സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇൻക്ലൂസീവ് വിഭാഗത്തിലെ വേഗതാരമാണ് ആദർശ്. അർബുദത്തെയും പ്രതിസന്ധികളെയും മനോവീര്യം കൊണ്ട് തരണം ചെയ്താണ് ആദർശ് ഇന്ന് സ്വപ്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് അണ്ടർ 14 വിഭാഗം 100 മീറ്ററിൽ പാലക്കാട് ടീമിലെ ആദർശും ഗൈഡ് റണ്ണർ അസ്ലമും സ്വർണം നേടിയത്. ഏറ്റവും ഓടാനൊക്കെ പറയും, ഓടിക്കോന്നൊക്കെ പറയും. ഞാൻ സ്പീഡ് കൂട്ടുമ്പോൾ ഏറ്റവും സ്പീഡ് കുറക്കും. എന്റെ സ്പീഡിനനുസരിച്ചിട്ട് കുറച്ച് ബാക്കിലായിട്ട് വരും. ഇവിടെ വന്ന് കണ്ട, ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട. ഫസ്റ്റ് ഞാൻ ഓടിയപ്പോൾ അവനെ ഞാൻ മുൻപിൽ പോയി. എന്നിട്ട് സാർമാർ പറഞ്ഞു നീ ബാക്കിലാ പോകണ്ടേ, അവന്റെ സ്പീഡിലാണ് നീ പോകണ്ടേ പറഞ്ഞു. പിന്നെ ഞാൻ ഇവന്റെ സ്പീഡിലാണ് അങ്ങനെ വന്നു മാക്സിമം. മത്സരം തുടങ്ങിയത് മുതൽ കാണികളുടെ കണ്ണുകൾ ആദർശിലും അസ്ലമിലുമായിരുന്നു. ഇരുവരുടെയും ഉയര വ്യത്യാസമായിരുന്നു ഇതിന് പ്രധാന കാരണം. ഇരുവരുടെയും ഏകോപനം തന്നെയായിരുന്നു വിജയമന്ത്രവും. അർബുദത്തെ പോരാടി തോൽപ്പിച്ച് മകൻ കായികമേളയിൽ സ്വർണം ചൂടിയതിന്റെ സന്തോഷത്തിലാണ് ആദർശിന്റെ അമ്മ. സ്കൂള് നന്നായിട്ട് ഓടും, മറ്റേ കുട്ടികളുടെ ഒപ്പം സെക്കൻഡ് ആയിട്ടൊക്കെ ഓടും. അപ്പൊ ടീച്ചറാണ് പറഞ്ഞത് അവനൊന്നും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടോ, ഒന്ന് പങ്കെടുപ്പിക്കണം, നിർബന്ധമായിട്ട് അവനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ കൊണ്ടുപോയതാണ്. പിന്നെ നല്ല താല്പര്യമാണ്, അവന് നല്ല താല്പര്യമുണ്ട്. പിന്നെ ഒരു വാശിയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും ആവണം. കാരണം ഞാൻ ഇങ്ങനെ ഒരു അസുഖ കുട്ടിയാണ്. അപ്പോൾ ഭയങ്കര വാശിയുണ്ട്. പഠിത്തത്തിന്റെ കാര്യത്തിലായാലും ശരി, എന്ത് കാര്യത്തിലായാലും ശരി, അവനൊരു അംബിഷൻ ഉണ്ട്. അത് നേടിയെടുക്കാൻ മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യും. അവന് 40% ആണ്. റെറ്റിനോബ്ലാസ്റ്റോമ വന്നതാണ്, ഐബോൾ റിമൂവ് ചെയ്യേണ്ടി വന്നു. 2.5 വയസ്സിൽ തുടങ്ങിയതാണ്. പിന്നെ ഒരു 4-5 വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തു. 16 കീമോ ഒക്കെ കഴിഞ്ഞിട്ടും രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നതാണ്. പിന്നെ അവിടുന്ന് ഒരു സ്ട്രഗിൾ ആയിരുന്നു, ഇങ്ങനെ ആക്കിയെടുക്കാനും പിന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. അസുഖത്തെ തോൽപ്പിച്ച് വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിന്റെ ഫലമാണ് ആദർശിന്റെ ഗ്രൗണ്ടിലേക്കുള്ള തിരിച്ചുവരവും സ്വർണ്ണ നേട്ടവും.